Watch India's largest kids library only on Jio Hotstar. Download the app now. ഓയ് ഗസീട്ട എന്റെ ചങ്കെ നീ ജാക്കറ്റ് എന്നിട്ട് നോക്ക് ഇത് നിനക്ക് നന്നായി ചേരും. നിങ്ങളതിന് ടൈലറൊന്നല്ലല്ലോ എനിക്ക് വേണ്ടി ജാക്കറ്റ് തുന്നാൻ. നിങ്ങൾ ഈ ജാക്കറ്റ് വെച്ചിട്ട് എന്തോ ഒരു പരീക്ഷണം നടത്താൻ നോക്കുകയാണല്ലേ. നിങ്ങളുടെ ആ പരീക്ഷണത്തിന് എന്നെ കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇത്ര നല്ല ജാക്കറ്റ് മോട്ടുവിന് വേണ്ടി തുന്നിയതാണോ? ഡോക്ടറെ, ഞാനും നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ. എന്റെ വലിയേട്ട എനിക്ക് വേണ്ടി എന്ത് കോട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒന്ന് കാണിക്കാവോ? എന്നാ ശരി, ഞാൻ വീട്ടിലേക്ക് പോട്ടെ, നമുക്ക് നാളെ കാണാം. അവിടെ നിൽക്കേ, വലിയേട്ടൻ എനിക്ക് വേണ്ടിയാ ഈ ജാക്കറ്റ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞാൻ ഇട്ടോളാം. അത് നീ ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? ഇങ്ങോട്ടാ. ഓയ് മോട്ടു ചങ്കെ, ഒരു മിനിറ്റ്. ഓ, ഇത് നിനക്ക് കറക്റ്റ് ആണല്ലോ. ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിത് കസീട്ടയ്ക്ക് കൊടുത്തേക്കാം. കസീട്ട് എന്നോട് ഇത് ചോദിച്ചു നടക്കുമായിരുന്നു അല്ലേ കസീട്ട്? എനിക്കിത് വളരെ നന്നായിട്ടുണ്ട്. വരൂ പത്തിലു, നമുക്ക് വീട്ടിൽ പോവാം. ഒന്ന് നിൽക്കേ മോട്ടു, ആലോചിക്കേ. ജഡ്കാ സാറിന്റെ ജാക്കറ്റ് മാത്രമല്ല, ഒന്നും തന്നെ ശരിക്കും പ്രവർത്തിക്കാറില്ല. മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്. ഓയ് കസീട്ടെ, എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം ഈ ജാക്കറ്റിനകത്ത് എന്താണെന്ന്. ഒന്ന് വേഗം എല്ലാം എടുത്തല്ലോ അല്ലേ? ഓക്കെ, എന്നാ വാ, നമുക്ക് രക്ഷപ്പെടാം. എന്റെ പുതിയ ജാക്കറ്റ് നീ നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടോ. ഇന്ന് പിടിച്ചോ എന്നെ തള്ളിയിട്ടതിന്, ഇന്ന് ഇത് പിടിച്ചോ എന്റെ ജാക്കറ്റ് നശിപ്പിച്ചതിന്, ഇന്ന് ഇത് പിടിച്ചോ ഇതെന്തിനാന്നറിയോ, മോഷ്ടിച്ചതിന്. ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ. ഇതെന്താ? മര്യാദക്ക് എന്റെ ദേഹത്ത് നടിക്ക്, എന്റെ കയ്യിൽ നിന്നോടത്ത് കണ്ടില്ലേ? ഇതെന്ത് വരുമാനമാണ്? ഇതെങ്ങനെ സംഭവിച്ചു? ഇത് എന്തൊരു മെഷീനാണ്? ജോൺ, ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവൂ. എന്ത് നല്ല കവിതയാ ബോസ്. കവിതയ്ക്ക് ഉണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് വേഗം ഓടാൻ നോക്കണേ, വേഗം. ഓ ചങ്ക, ബെല്ലെ എന്റെ പരീക്ഷണം സഫലമായിരിക്കുന്നു. എന്റെ എക്സ്പെരിമെന്റ്. ഓ ചങ്കേ, ഇതൊരു മാഗ്നറ്റിക് ജാക്കറ്റ് ആണ്. ഇത് ധരിക്കുന്ന ആൾക്ക് എന്തുമാത്രം ദേഷ്യം വരുമോ അതേ അളവിൽ മാഗ്നറ്റിക് പവറും ഉണ്ടാവും. മാത്രമല്ല, അടുത്തുള്ള ഏത് മെറ്റലാണെങ്കിലും ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. പൊളിച്ചെടുത്തല്ലോ, എല്ലാം മെറ്റലോ. ഇരുമ്പ് മാത്രല്ല കാന്ത വലിച്ചെടുക്കല്ലോ. ഇത് മെറ്റൽ മാത്രമല്ല ചങ്കേ, ജോണിന്റെ തോക്ക് വലിച്ചെടുത്തില്ലേ? മാത്രമല്ല, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം അത് വലിച്ചെടുത്തില്ലേ? ഇതെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക മാഗ്നറ്റിക് പവർ അതിനുണ്ട്. മനസ്സിലായോ? കള്ളൻ ഇവന്മാർക്ക് ഇത്ര ധൈര്യോ? എന്റെ കടയെ വന്ന് മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് ആദ്യത്തോണ്ട് എന്റെ കടയുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. മോട്ടു നിങ്ങളുടെ ജ്വല്ലറിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല. ആ കള്ളന്മാര് കട്ടുകൊണ്ടുപോയത് മോട്ടു കണ്ടുപിടിച്ച് നിങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ നിന്നതാ. ഓഹോ, സോറി. താങ്ക് യു മോട്ടു, താങ്ക് യു. സോറി, തെറ്റ് സംഭവിച്ചു പോയി അനിയ. ഇത് വർക്കാവുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ. എന്റെ അടുത്ത് വേറൊരു കീ ഉണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വരാം. മോട്ടു, നീ ആഭരണക്കട കൊള്ളയടിച്ചപ്പോൾ കടക്കാരൻ നിന്നെ ഇട്ട് പൂശിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സാരമില്ല മോട്ടു, മോഷ്ടിക്കുന്നത് പാപമാണ്. ഞാൻ അവനെ വെറുതെ വിടില്ല, ഞാൻ അവനെ ഒരിക്കലും വെറുതെ വിടില്ല. നീ എന്നെ വിടുപത്തിലോ, എനിക്ക് അവനോട് പകരം ചോദിക്കണം. ശാന്തി മോട്ടോ, എടുത്ത് ചാടരുത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ക്ഷമയോടെ ഇരിക്കണം. ജോൺ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ശാന്തി കിട്ടൂല. മോഷ്ടിക്കുന്നത് മുഴുവൻ അവനും, തല്ലു മേടിക്കുന്നത് മുഴുവൻ ഞാനും. എല്ലാവരുടെയും മുമ്പിൽ അവൻ എന്നെ കൊച്ചാക്കി കളഞ്ഞില്ലേ? ഞാൻ അവനെ വെറുതെ വിടില്ല. മോട്ടു, ശാന്തി. ശ്വാസം വലിച്ചുവിട്. മനസ്സിനുള്ളിൽ പറ ശാന്തി. കണ്ണടയ്ക്ക്, എന്നിട്ട് പറ ശാന്തി.
മോട്ടു അടി വരുന്നുണ്ട്, ഓടിക്കോ. അത് അങ്ങോട്ട് നോക്ക്, നമ്മളെ പൈസ അടിച്ചോണ്ട് അവന്മാർ രക്ഷപ്പെടുന്നു. പിടിക്ക്. പിടിക്കാൻ എനിക്കറിയില്ല, ഇവന്മാര് മോഷ്ടിക്കാൻ പുതിയ ഓരോ വഴികളും കണ്ടുപിടിച്ചോണ്ട് വരുവാണ്. നിക്കടാ അവിടെ, ഞങ്ങളെ പൈസ തന്നിട്ട് പോടാ. എന്താ പരിപാടിയാണ് കാണിക്കുന്നത്? നിക്കാനാ അവിടെ. ഹലോ ഡോക്ടർ ജഡ്ക, വേഗം ഇങ്ങോട്ട് വാ. നിങ്ങളുടെ ജാക്കറ്റ് കാരണം കൊണ്ട് മോട്ടു ആകെ കുടുങ്ങിയിരിക്കുക. വേഗം വാ. സോറി ബോക്സർ ഏട്ടാ, ഞാൻ ഫോണിൽ സംസാരിക്കായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ കണ്ടില്ല. അത് സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫോണല്ലേലും സംസാരിക്കാനുള്ളതല്ലേ. പക്ഷെ നിനക്ക് രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ അവിടെ കാണാൻ. എന്നിട്ട് ഞാൻ നടന്നു വരുന്നത് നീ കണ്ടില്ലേ? എന്റെ കൂട്ടുകാരനെ വിടാനാ പറഞ്ഞത്, എന്റെ കൂട്ടുകാരനെ വിടാൻ. ശാന്തി മോട്ടു, ശ്വാസം നല്ലോണം വലിച്ചുവിട്, ശ്വാസം നല്ലോണം വലിച്ചുവിട്. എന്നിട്ട് മനസ്സിനകത്ത് പറയൂ, ശാന്തി ശാന്തി. ഈ ബോക്സറിന്റെ അടുത്തൊന്നും നമ്മൾ ശാന്തി കാണിച്ചിട്ട് കാര്യമില്ല. കണ്ടില്ലേ, വെറുതെ അല്ല അവൻ നിന്നെ ഇട്ടിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ കൂട്ടുകാരനെ വിടൂ. ഞാനിനി ഈ ബോക്സറുടെ കാര്യം നോക്കിക്കോളാം. എന്തൊരു അഹങ്കാരമോ, ചെറിയ കാര്യത്തിനൊക്കെയല്ല നമ്മളിട്ടിങ്ങനെ ഇടിക്കുന്നത്. ഓട്ടോ എന്റെ കാർ നേടാ, നിന്റെ നേരെ വരുന്നു. ശാന്തി മോട്ടു, ശാന്തി, നീ ഒന്ന് സമാധാനിക്ക്, സമാധാനിക്ക്, സമാധാനിക്ക്. ബോസ് പുതിയൊരു കാര്യം അറിഞ്ഞോ? മോട്ടുവിന്റെ ജാക്കറ്റിൽ എല്ലാം മെറ്റലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടത്രേ. മെറ്റലെല്ലാം ഒട്ടുമായിരിക്കും, പക്ഷെ പ്ലാസ്റ്റിക് ഒട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് പൊളിച്ചെടുക്കുന്നുണ്ട്. ആരെന്താ ചെയ്യാന്ന് എനിക്കൊന്ന് കാണണം. ആഹാ, അങ്ങോട്ട് നോക്ക്, ജോൺ ബാങ്ക് കൊള്ളയടിച്ചിട്ട് കടന്ന് കളയാ. ഓട്ടുപത്രു വേഗം വണ്ടിക്കാര്. ജോൺ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെടാൻ നോക്കാണ്. ജോൺ, സ്റ്റോപ്പ് ദ നെയിം ഓഫ് ലോ. നീ ബാങ്കിൽ അടിച്ചു മാറ്റിയ പണമാണ് സത്യം. വണ്ടി നിർത്താൻ. ഞാൻ നിക്കില്ല ചിങ്കു, നീ വേണമെങ്കിൽ നിക്ക്. മോട്ടു ഇപ്പൊ ദേഷ്യപ്പെട്. നീ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ അവൻ കൊള്ളയടിച്ച കോയനെല്ലാം നിന്റെ മേൽ വന്ന് ഒട്ടിപ്പിടിക്കും. മോട്ടു നീ ഒന്ന് വേഗം ദേഷ്യപ്പെട്. ഓക്കേ. ഈ ദേഷ്യം എങ്ങനെയാ വരുത്തുക? എനിക്ക് ദേഷ്യം വരുന്നില്ലല്ലോ. എപ്പ നോക്കിയാലും ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലാൻ നിൽക്കും. ഇപ്പൊ ആവശ്യം വരുമ്പോ നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ആലോചിക്ക് മോട്ടു, ആലോചിക്ക. ബോക്സർ നമ്മളെ തല്ലാൻ വരുന്നത്, ജോൺ ഇപ്പൊ മോഷ്ടിച്ചോണ്ട് പോയത്. ആലോചിക്ക് മോട്ടു, ആലോചിക്ക്. ഗസീറ്റാറാം നമ്മളെ കഴുതകളാക്കിയിട്ട് ജാക്കറ്റ് ധരിപ്പിച്ചതാ. ആലോചിക്ക്. അല്ല പത്ലു, ഇതൊക്കെ ഓർത്തിട്ട് എന്തിനാ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് പോളിസിയെ കുറിച്ച് പറയാനുള്ള സമയമല്ല. മോട്ടു ദേഷ്യപ്പെട്. ദേഷ്യം മനുഷ്യന്റെ ഒരു ശത്രുവാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? ദേഷ്യം എനിക്ക് വരുന്നില്ലല്ലോ. ഐഡിയ. ചിങ്കം സാറെ വണ്ടി സൈഡിലേക്ക് ഒതുക്ക്. മോട്ടു എന്താ സമൂസ കഴിക്കുന്നോ? തരൂ തരൂ, വേഗം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ അമ്മോ, താൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് ഒരൊറ്റ സമൂസ തരാൻ പോകുന്നില്ല, മുഴുവൻ ഞാൻ തന്നെ കഴിക്കും. മോട്ടോ, നീ അത് ചെയ്ത് കഴിഞ്ഞു. ബാങ്കിലെ പൈസ നമുക്ക് കിട്ടി. ഇപ്പൊ സമൂസ കഴിക്ക, എന്നിട്ട് ജോണിനുള്ള പണി കൊടുക്ക. ഓ, നീ അപ്പൊ എനിക്ക് ദേഷ്യം വരുത്താൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്?
സോറി സോറി എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് സോറി. മോട്ടു പത്രു, നിങ്ങൾ ബാങ്കിലെ എല്ലാ പണവും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ബാങ്കിന്റെ പൈസയല്ല, ഫുർഫുറി നഗരത്തിന്റെ പൈസയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. കേട്ടല്ലോ, impossible. ഞാൻ മോട്ടു പത്തലുവിന് സർക്കാരിൽ നിന്ന് പ്രതിഫലം വാങ്ങിത്തരും. മോട്ടു പത്തലു, മോട്ടു പത്തലു. Watch India's largest kids library only on Jio Hotstar. Download the app now.